नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യകാലത്തിൻ്റെ നാമകരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യകാൽ को वीरगाथा काल के नाम से जाना जाता है. ആദ്യകാലത്തെ വീരഗാഥാ കാലെന്ന് അറിയപ്പെടുന്നുണ്ട്. ആദ്യകാലത്തിന് ആദ്യകാലം എന്ന പേര് പറഞ്ഞത് ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. വീരഗാഥാ കാൽ എന്ന് പറഞ്ഞത് ആചാര്യ രാമചന്ദ്ര ശുക്ലജിയാണ്. ഒന്നാമത്തെ പ്രധാനത അല്ലെങ്കിൽ വിശേഷത പറയുകയാണെങ്കിൽ വീരസ്കി പ്രധാനത. എന്താണ്? വീരരസമാണ് പ്രധാനമായും അന്നത്തെ രചനകളിൽ കാണാൻ സാധിക്കുന്നത്. 2. യുദ്ധക സജീവ് ചിത്രൻ. യുദ്ധത്തിൻ്റെ സജീവമായ വർണ്ണനകൾ നമുക്ക് അന്നത്തെ രചനകളിൽ കാണാൻ സാധിക്കും. 3. ഐതിഹാസിക ഘടനാങ്ക ചിത്രൻ. ചരിത്രപ്രധാനമായ സംഭവങ്ങളും നമുക്ക് അന്നത്തെ രചനകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശൃംഗാർ ഏവം അന്യരസം ക സമാവേശ്. നാലാമത് പറയുകയാണെങ്കിൽ വീരരസത്തിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്? ശൃംഗാരരസവും വരുന്നുണ്ട്. ചെറിയ രൂപത്തിൽ നമുക്ക് അന്യരസങ്ങളെയും കാണാൻ സാധിക്കും. 5. പ്രാകൃത അപഭ്രംശ് ഡിങ്കൽ ഏവം പിങ്കൽ ഭാഷ ക പ്രയോഗം. ഭാഷ നോക്കിയാൽ പ്രാകൃതമുണ്ട്, അപഭ്രംശുണ്ട്, ഡിങ്കൽ, പിങ്കൽ എന്നീ ഭാഷകളുടെ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 6. ആശ്രയദാതാം കി പ്രശംസ ഏവം ഉൻകാ യശ്കാൻ. അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ദർബാരി കാലഘട്ടമായതുകൊണ്ട് തന്നെ ദർബാരി കവികളാണ് അല്ലേ, കവികളായിരുന്നു അവരൊക്കെ. അതുകൊണ്ട് തന്നെ അവരുടെ രാജാക്കന്മാരുടെ എന്താ പറയുക, യശസ്സിനെയും വീരതയെയും പ്രശംസിച്ചു കൊണ്ടുള്ള സാഹിത്യ രചനകളാണ് അന്നത്തെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. അതിനുദാഹരണമാണ് പൃഥ്വിരാജ് രാസോക്ക്. ചന്തപുരത്തായി രചിച്ചിട്ടുള്ള പൃഥ്വിരാജ് രാസോക്ക് അതിന് ഉദാഹരണമാണ്. ഇനി നമ്മൾ ആദ്യകാലിൻ്റെ നാമകരണമാണ് പഠിക്കാൻ പോകുന്നത്. ഓരോരാളും പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ പഠിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തെടുക്കാവുന്ന രൂപത്തിൽ പഠിക്കുകയാണ്. ഹസാരി പ്രസാദ് ദ്വിവേദി പറഞ്ഞത് ആദ്യകാലാണ് കേട്ടോ. ആദ്യകാലം എന്ന് പറഞ്ഞത് ഹസാരി പ്രസാദ് ദ്വിവേദി. ശുക്ലജി പറഞ്ഞതോ വീരഗാഥാ കാൽ. മിശ്രബന്ധു പറഞ്ഞത് ആരംഭിക്കാൽ എന്നാണ്. ആദ്യകാലത്തെ പറഞ്ഞത് ആരംഭിക്കാൽ എന്നാണ് കേട്ടോ മിശ്രബന്ധു പറഞ്ഞത്. ഗണപതി ചന്ദ്രഗുപ്ത് പറഞ്ഞതോ പ്രാരംഭിക്കാൽ. ഗണപതി പ്രാരംഭിക്കാൽ എന്നാണ് പറഞ്ഞത്. ഗണപതി ചന്ദ്രഗുപ്ത് പ്രാരംഭിക്കാൽ. ഗണപതി പ്രാരംഭിക് എന്ന് ഓർത്ത് വെച്ചാൽ കൊള്ളാം. രാംകുമാർ വർമ്മ പറഞ്ഞത് സന്ധികാൽ, ചാരൻകാൽ എന്നിങ്ങനെ 2 പേര് കൊടുത്തിട്ടുണ്ട്. രാംകുമാർ വർമ്മ സന്ധികാൽ എന്നും ചാരൻകാൽ എന്നും പറഞ്ഞിട്ടുണ്ട്. മഹാവീർ പ്രസാദ് ദ്വിവേദി പറഞ്ഞത് ബീജ് വപൻകാൽ. അത് കുറച്ച് വെറൈറ്റി പേരായിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ സാധിക്കും. മഹാവീർ പ്രസാദ് ദ്വിവേദി ബീജ് വപൻകാൽ. രമാശങ്കർ ശുക്ല റസാൽ പറഞ്ഞത് ജയകാവ്യ കാൽ എന്നാണ്. വിശ്വനാഥ് മിശ്ര പറഞ്ഞത് വീർകാൽ. വിശ്വനാഥ് വീർ എന്ന് ഓർത്ത് വെക്കുക. ജോർജ് അബ്രഹാം ഗ്രിയർസൺ പറഞ്ഞത് ചാരൻകാൽ. പൃഥ്വിനാഥ് കമൽ കുൽശ്രേഷ്ഠ് അന്ധകാർ കാൽ. മോഹൻ അവസ്ഥി ആധാർ കാൽ എന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം എക്സാമിന് ആരാണ് പേര് കൊടുത്തത്, ആദ്യകാൽക്കോ വീരഗാഥാ കാൽ കിസ്നെ ദിയ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ശുക്ലജിയാണെന്ന് അല്ലേ. നമ്മൾ പഠിക്കണം. നിങ്ങളുടേതായ കോഡുകൾ നിങ്ങൾക്ക് പഠിക്കാം. ഓരോരാൾക്കും ഓരോരോ കോഡുകൾ ഉണ്ടാകും അല്ലേ. അവനവൻ്റെ രീതിയിൽ പഠിക്കുക, അതായിരിക്കും ഏറ്റവും ഉത്തമമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ പഠിച്ചു, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കുക. ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം നാമകരണമായതുകൊണ്ട് തന്നെ ആരാണ് ഇന്ന പേര് നൽകിയതെന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബീജവപൻ കാലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഹാവീർ പ്രസാദ് ദ്വിവേദിയുടെ അതൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ആദ്യകാലത്തിൻ്റെ വിശേഷതകളും ആദ്യകാലത്തിൻ്റെ നാമകരണവും ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദം.